ശ്രീകുമാർ, ദിനങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സർവാഭരണ വിഭൂഷിതനായി അയ്യപ്പസ്വാമിയെ കണ്ടുതൊഴാനുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നട തുറന്നതിന് ശേഷം ഭക്തജനങ്ങളെ 18-ാം പടി കയറാൻ അനുവദിക്കില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ ഭക്തജനങ്ങളെ 18-ാം പടി കയറാൻ അനുവദിക്കുകയുള്ളൂ. ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അന്തരീക്ഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ ഒരു മഴക്കോളുണ്ട്. പക്ഷേ അതൊക്കെ ഈ ഒരു ചൂടിനെ ശമിപ്പിക്കാനുള്ള അയ്യപ്പൻ്റെ ഒരു വലിയൊരു പ്രതിവിധി എന്നുള്ള രീതിയിൽ തന്നെ ആകണം. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സൊന്ന് തണുത്ത് അയ്യപ്പനെ ഒന്ന് വിളിക്കുമ്പോൾ ആ ഒരു പുണ്യം എന്ന് പറയുന്നത് അതാണ്. എന്തായാലും അയ്യപ്പൻ്റെ ശബരീശ മന്ത്രം കൊണ്ടും ശരണമന്ത്രങ്ങൾ കൊണ്ടും മുഖരിതമാണ് സന്നിധാനവും പരിസരവും. ഇപ്പോൾ പ്രത്യേക പാസ്സുള്ളവരെ മാത്രമേ ഈ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ. അവരെ തൽക്കാലം ഈ പറഞ്ഞ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നിലയ്ക്കൽ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ പമ്പയിൽ നിന്ന് മല കയറാൻ അനുവദിക്കുന്നില്ല. ശരംകുത്തിയിൽ തിരുവാഭരണഘോഷം എത്തി പുറപ്പെട്ടു. ഇവിടുന്ന് ശബരിമലയിൽ സന്നിധാനത്ത് ഈ തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ ഈ ഭക്തജനങ്ങളെ മല കയറാൻ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കർശനമായ സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളതാണ് കേരള പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഏതാണ്ട് 1.5 ലക്ഷത്തോളം എപ്പോഴാണ് സന്നിധാനത്തേക്ക് എത്തിച്ചേരുക? സന്നിധാനത്തേക്ക് ഏതാണ്ട് 3 മണിക്ക് ശേഷം എത്തുമെന്നാണ് പ്രതീക്ഷ. എന്നാലും ശരംകുത്തിയിൽ എത്തിച്ചേർന്നിട്ടില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അവിടെ ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് പ്രതിനിധികളും അതുപോലെ തന്നെ മറ്റുള്ളവരും ചേർന്ന് ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് കൊടിമരച്ചോട്ടിലെത്തിക്കും. കൊടിമരച്ചോട്ടിൽ വെച്ച് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പർമാരും ഒക്കെ ചേർന്ന് അതിനെ സ്വീകരിക്കും. സ്വീകരിച്ചതിന് ശേഷമാണ് ഈ തിരുവാഭരണ പേടകം ശ്രീകോവിലേക്ക് കൊണ്ടുപോകുക. അവിടെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് ഭഗവാനിലെ തിരുവാഭരണം ചാർത്തും. അതിനുശേഷം ദീപാരാധന നടക്കും. ദീപാരാധനയ്ക്ക് ശേഷമാണ് ഈ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ സന്നിധാനത്തും പരിസരത്തും തടിച്ചുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന ഒട്ടേറെ ഭക്തജനങ്ങൾ ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. അവരെല്ലാം ഈ ഒരു ദിവസം ഈ കാത്തിരിപ്പിൻ്റെ വിരാമം വിട്ടുകൊണ്ട് ആ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് അതുമാത്രമാണ് എല്ലാവരുടെയും മനസ്സിൽ. ഒരേ ഒരു മന്ത്രം, ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് പോലെ തന്നെ അയ്യപ്പൻ്റെ മന്ത്രവും ചൊല്ലി അവരിങ്ങനെ കാത്തിരിക്കുകയാണ് തങ്ങളുടെ സുഹൃതം പുണ്യങ്ങളൊക്കെ ദൂരാനായിട്ട്. എന്തായാലും BJP നേതാവ് രാധാകൃഷ്ണ മേനോനുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ ദർശനവും അതുപോലെ തന്നെ ഈ വർഷത്തെ ഒരുക്കങ്ങളൊക്കെ? സ്വാമിശരണം, ഈ വർഷത്തെ ദർശനവും ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സുമൊക്കെ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ഭംഗിയായി നടന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വലിയ ഒരു പരാതികളൊന്നും ഏത് ഭാഗത്തു നിന്നും ഇതുവരെ ഉയർന്നു കേട്ടിട്ടില്ല എന്നുള്ളത് തന്നെ അയ്യപ്പഭക്തരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. എല്ലാ മകരവിളക്കിലും ഇവിടെ കാണുന്ന ഒരു മുഖമാണ് അങ്ങയുടേത്. തീർച്ചയായിട്ടും മകരവിളക്ക് തൊഴുതിറങ്ങുമ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഒരു പുതിയ ഊർജം ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ എല്ലാ വർഷവും വരാൻ പരിശ്രമിക്കാറുണ്ട്. ഇപ്രാവശ്യവും പതിവിൽ കവിഞ്ഞ തിരക്ക് ഇപ്രാവശ്യം കൂടുതലായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആ അറേഞ്ച്മെൻറ്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഈ കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായി നടക്കുന്നു എന്നതിൽ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ഇപ്രാവശ്യം ബോർഡ് പ്രസിഡൻറ്റും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ അത് കുറേയേറെ ഭംഗിയായി നിർവഹിച്ചു എന്ന കാര്യത്തിൽ അവരെ പ്രത്യേകമായി അനുമോദിക്കുകയും ചെയ്തു.